ദൈവനാമത്തിന് മഹത്വം. സിയോനിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖമെന്ന് കരുതിക്കൊള്ളുന്നു. ഇന്ന് ബൈബിളിലെ പഴയ നിയമ പുസ്തകമായ 2 ശമൂവേലിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ട്രിക്കി ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. ആദ്യത്തെ ചോദ്യം: ഞാൻ 3 പ്രാവശ്യം രാജാഭിഷേകത്തിന് വിധേയനായിട്ടുണ്ട്. ഞാൻ ആരാണ്? ഉത്തരം: ദാവീദ്. ഒന്നാമതായി, ബത്ലഹേമിൽ ഇശായിയുടെ വീട്ടിൽ വെച്ച് ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പിൽ അഭിഷേകം നടത്തി. 1 ശമൂവേൽ 16 അധ്യായം 13 വാക്യം. രണ്ടാമതായി, ഹെബ്രോനിൽ വെച്ച് യഹൂദ പുരുഷന്മാർ വന്ന് ദാവീദിനെ യഹൂദ ഗ്രഹത്തിന് രാജാവായി അഭിഷേകം ചെയ്തു. 2 ശമൂവേൽ 2 അധ്യായം 4 വാക്യം. മൂന്നാമതായി, ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ചേർന്ന് ഹെബ്രോനിൽ വെച്ച് അഭിഷേകം ചെയ്തു. 2 ശമൂവേൽ 5 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം: സമാന പേരിൽ അറിയപ്പെടുന്ന 2 ജോഡി പത്നിമാർ ആരെല്ലാമാണ്? ഉത്തരം: അബീഗയിലും അഹീനോവും. നാബാലിൻ്റെയും ദാവീദിൻ്റെയും ഭാര്യ അബീഗയിൽ, യിത്രയുടെ ഭാര്യ അബീഗയിൽ. 2 ശമൂവേൽ 3 അധ്യായം 2-3, 17 അധ്യായം 25 വാക്യങ്ങൾ. ശൗലിൻ്റെ ഭാര്യ അഹീനോവും. 1 ശമൂവേൽ 14:50, ദാവീദിൻ്റെ ഭാര്യ അഹീനോവും. 2 ശമൂവേൽ 3 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം: 2 പേർക്ക് 2 സ്ഥലങ്ങളിൽ വെച്ച് സമാനമായ ഒരു ആചാരമുണ്ടായിരുന്നു. ആർക്കൊക്കെയാണ്? ഉത്തരം: നാബാലിനും അബ്ശാലോമിനും. രോമം കത്രിക്കുന്ന അടിയന്തരം. നാബാൽ കർമ്മേലിൽ വെച്ച്, അബ്ശാലോമിന് ബാൽഹാസൂരിൽ വെച്ച്. 1 ശമൂവേൽ 25:27, 2 ശമൂവേൽ 13 അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം: ദർശനമുണ്ടായിട്ടുണ്ട്, വാസനയിൽപ്പെടുത്തിയിട്ടുണ്ട്, വീണിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്, എഴുന്നേറ്റിട്ടുണ്ട്. ഈ സൂചനകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. ബന്ധപ്പെട്ടവരെയും കണ്ടെത്തുക. ഉത്തരം: മെത്ത. ദർശനം: നെബൂഖദ്നേസർ രാജാവ് മെത്തയിൽ വെച്ച് ദർശനം കണ്ടു. ദാനിയേൽ പ്രവചനം 2 അധ്യായം 28 വാക്യം. വാസനപ്പെടുത്തിയത്: വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായവും പൂണ്ട സ്ത്രീ. സദൃശവാക്യം 7 അധ്യായം 17 വാക്യം. വീണത്: ഹാമാൻ മെത്തയിൽ വീണു. എസ്തേറിന്റെ പുസ്തകം 7 അധ്യായം 8 വാക്യം. ഇരുന്നത്: ശൗൽ മെത്തയിലിരുന്നു. 1 ശമൂവേൽ 28:23. എഴുന്നേറ്റത്: ദാവീദ് രാജാവ് മെത്തയിൽ നിന്നും എഴുന്നേറ്റു. 2 ശമൂവേൽ 11 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം: സമാനമായ 2 വ്യക്തികളെക്കുറിച്ചുള്ള കഥയിലൂടെ സത്യം പറഞ്ഞ 2 പേർ ആരൊക്കെയാണ്? ഉത്തരം: യേശുവും നാഥാനും. ധനവാന്റെയും ദരിദ്രന്റെയും. നാഥാൻ ദാവീദിനെക്കുറിച്ച് ധനവാന്റെയും ദരിദ്രന്റെയും കഥയിലൂടെ പറഞ്ഞു. 2 ശമൂവേൽ 12 അധ്യായം 17 വാക്യം. യേശു ദ്രവ്യാഗ്രഹികളായ പരീശന്മാരോട് ധനവാനെയും ലാസറിനെയും കുറിച്ച് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 14, 19, 20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: എൻ്റെ 2 അമ്മായിപ്പന്മാരിൽ ഒരാളുടെ നാമം ദേശത്തിൻ്റെ പേരാണ്. എങ്കിൽ ഞാൻ ആരാണ്? അമ്മായിപ്പന്മാർ ആരൊക്കെയാണ്? ഉത്തരം: ഞാൻ മീഖൾ. അമ്മായിപ്പന്മാർ: ഇശായി ദാവീദിൻ്റെ അപ്പൻ, ലയീശ് ഫൽത്തിയേലിൻ്റെ അപ്പൻ. ദേശനാമം ലയീശ്. 1 ശമൂവേൽ 16:1, 18:27, 2 ശമൂവേൽ 3:15, ന്യായാധിപന്മാർ 18:27. അടുത്ത ചോദ്യം: ഒരു വിഭാഗത്തിലുള്ളവർ സമാന സംഖ്യയിലുള്ളവരെ ഒളിപ്പിച്ചിട്ടുണ്ട്. സമാന വിഭാഗമേത്? ഒളിപ്പിക്കപ്പെട്ടവർ ആരൊക്കെയാണ്? ഉത്തരം: സമാന വിഭാഗം 2 സ്ത്രീകൾ. ഒളിപ്പിച്ചത് 2 പേരെ വീതം. യോനാഥാനെയും അഹിമാസിനെയും ബഹ്റൂമിൽ ഒരു വീട്ടുകാരത്തി കിണറ്റിനുള്ളിൽ ഒളിപ്പിച്ചു. 2 ശമൂവേൽ
17 അധ്യായം 18 വാക്യം. രാഹാബ് യെരിഹോ ഒറ്റുനോക്കുവാൻ യോശുവ അയച്ച 2 പേരെ വീടിന് മുകളിൽ ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചു. യോശുവയുടെ പുസ്തകം 2 അധ്യായം 1-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സമാനമായ അളവിൽ സമാനമായ ഭക്ഷ്യവസ്തുവുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയാണ്? ഭക്ഷ്യവസ്തു ഏതാണ്? ഉത്തരം, ഒരു തുരുത്തി വീഞ്ഞ്. ഒന്നാമതായി ഹന്ന, 1 ശമൂവേൽ 1:24. രണ്ടാമതായി സെൻസഹിൽ ശൗലിനെ എതിർപ്പെട്ടു വന്ന ആൾ, 1 ശമൂവേൽ 10:3. ദാവീദ്, 1 ശമൂവേൽ 16:20. സീബ, 2 ശമൂവേൽ 16:1. അടുത്ത ചോദ്യം, ഞാനൊരു പ്രസ്താവന നടപ്പിലാക്കി, പക്ഷെ അതൊക്കെ പ്രസിദ്ധമായെങ്കിലും ഞാൻ തന്നെ അത് ലംഘിച്ചു. പ്രസ്താവനകൾ തലമുറകൾ കൈമാറി വന്ന വായ്മൊഴി. പ്രസ്താവന എന്താണ്? ലംഘിച്ചത് ആരാണ്? ഉത്തരം, ഒരു പഴഞ്ചൊല്ല്. നടപ്പിലാക്കിയത് ദാവീദ്. കുരുടരും മുടന്തരും വീട്ടിൽ വരരുത് എന്നുള്ള പഴഞ്ചൊല്ല് നടപ്പിലാക്കി. ലംഘിച്ചതും ദാവീദ്. മുടന്തനെ സ്വന്തം കൊട്ടാരത്തിൽ കൈക്കൊണ്ടു. 2 കാലം മുടന്തനായ മെഫിബോശെത്തിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ദാവീദിന്റെ മേശയിൽ നിന്ന് ദിവസവും ഭക്ഷണം കൊടുത്തു. അങ്ങനെ ആ പഴഞ്ചൊല്ല് ലംഘിച്ചു. 2 ശമൂവേൽ 5:8, 9:13. അടുത്ത ചോദ്യം, 5 അക്ഷര വാക്ക്. ഒരു വാക്ക് ചേച്ചി, രണ്ടാമത്തത് പകുതി, മൂന്നാമത്തത് ഒരു സമൂഹത്തിൻ്റെ പുണ്യസ്ഥലം, നാലാമത്തത് ഒരു ചന്ദ്രക്കല ചേർത്താൽ പശയ്ക്ക് തുല്യം. ഇതൊരു ഭക്ഷ്യവസ്തു. ഇതെല്ലാം കൂടി വരുന്ന ഒരു വാക്ക്. ഏതാണ് ആ വാക്ക്? ഉത്തരം, അമരയ്ക്ക. ചേച്ചി അക്ക, പകുതി അര. ഒരു പുണ്യസ്ഥലം മക്ക, പശയ്ക്ക് തുല്യം അരക്ക്. 2 ശമൂവേൽ 17 അധ്യായം 28 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ ഒരു രാജാവ്, എന്നെ 3 പേർ മനുഷ്യനല്ല എങ്കിലും സംസാരിക്കുകയും ചലിക്കുകയും ചെയ്യുന്ന ഒന്നിനോട് ഉപമിച്ചിട്ടുണ്ട്. ഞാൻ ആര്? എന്നെ ഉപമിച്ചവർ ആരെല്ലാം? എന്തിനോടാണ് ഉപമിച്ചത്? ഉത്തരം, രാജാവ് ദാവീദ്. ഉപമിച്ചത് ദൈവദൂതനോട്. ഉപമിച്ചവർ ആഖീഷ് രാജാവ്, 1 ശമൂവേൽ 29:9. തെക്കോവക്കാരി സ്ത്രീ, 2 ശമൂവേൽ 14:17-20 വാക്യങ്ങൾ. മെഫിബോശെത്ത്, 2 ശമൂവേൽ 19:27. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ബൈബിൾ ക്വിസ് ചോദ്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.